ജെയ്ക് സി തോമസ് ഇപ്പോൾ ലനിച്ചേരുന്നുണ്ട്. ജെയ്ക്ക് ഇതാ ഇപ്പോൾ നിർമ്മാതാവും പറയുന്നു വിവാദങ്ങളെല്ലാം അവസാനിച്ചു, ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടില്ല, സിനിമയെ തന്നെ കണ്ടാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കാൻ പോലും താല്പര്യമില്ലാതെ മടങ്ങിപ്പോവുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഭയമാണോ ഇപ്പോൾ സിനിമാ നിർമ്മാതാവിനെയും ഭരിക്കുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിന് മുമ്പിൽ ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റു പല പ്രദേശങ്ങളിലും പെരുമാൾ മുരുകൻ എഴുത്തു നിർത്തിയതുപോലെ, PK എന്ന സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ തിയേറ്ററിന് തീയിട്ടതുപോലെ, ദീപിക പദുക്കോണിന്റെ 2 പീസ് വസ്ത്രത്തെ സംബന്ധിച്ച് സംഘപരിവാരം ആക്ഷേപം ഉന്നയിച്ച് സിനിമ തകർക്കാൻ ശ്രമിച്ചതുപോലെ അത്തരമൊരു അനുഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ത്യയുടെ സെക്യുലർ പൊതുബോധം, അതായത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മതനിരപേക്ഷ ചേരി അതിശക്തമായി ഈ ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, രംഗത്തിറങ്ങിയിട്ടുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പുതുകാല ലോകത്തിന് മുമ്പിൽ ആരായിരുന്നു മായ കോട്നാനി എന്നുള്ളത്, ആരായിരുന്നു ബാബു ബജരംഗി എന്നുള്ളത്, എന്തായിരുന്നു നരോദ പാട്ടിയയിൽ സംഘപരിവാർ നടത്തിയ കൂട്ടക്കൊല എന്നുള്ളത്, ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി കൊന്നുകളഞ്ഞ സൃഷ്ടിച്ചെടുത്ത കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ഇതിനോടകം ലോകമെമ്പാടവും ഇന്ത്യയും കേരളവും നല്ല കരുത്തോടുകൂടെ ചർച്ച ചെയ്യപ്പെട്ടു. വെട്ടിനീക്കുന്നത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2.5 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ ആവട്ടെ, ആ വെട്ടിനിർത്തലിന്റെയും കത്രിക പൂട്ടിനപ്പുറം ഇന്ത്യൻ മതനിരപേക്ഷ ചരിത്രത്തിൽ ഇന്ത്യൻ വർഗീയത സൃഷ്ടിച്ച കലാപങ്ങളുടെയും കൂട്ടക്കുരുതിയുടെയും കഥ എന്താണ്, ചരിത്രം എന്താണെന്നുള്ളത് ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടു. ഇനിയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പർവ്വത സമാനമായ വിജയം തെളിയിക്കുന്നത്.